എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാതെയാണ് ചെയ്യുന്നത്. അതുപോലെ അരി കുതിർക്കേണ്ട ആവശ്യമില്ല, അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് തേങ്ങവെള്ളമാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 6 മണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഈ തേങ്ങവെള്ളം നന്നായിട്ട് നമുക്ക് പുളിച്ച് കിട്ടും. അപ്പോൾ ഇത് ചേർത്തിട്ട് അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. നമുക്ക് പിന്നെ ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ തേങ്ങവെള്ളം നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ എടുത്ത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ദിവസം എടുത്ത് പുറത്ത് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് വേവിച്ചിട്ടുള്ള ചോറാണ്. ഞാനിവിടെ വെള്ളച്ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അപ്പത്തിന് നല്ല കളറ് കിട്ടും. അതൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതുമാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരകിയത് വേണമെങ്കിൽ 1 കപ്പ് വരെ എടുത്താലും കുഴപ്പമില്ല. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഈ തേങ്ങ ചിരകിയതും നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഈ തേങ്ങ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചിട്ടെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ചോറ് കൂടെ ചേർക്കുക. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് അരിയൊന്നുമല്ല ചേർക്കണേ. നമ്മൾ പെട്ടെന്ന് അപ്പം തയ്യാറാക്കാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടി കുറേശ്ശെ ചേർത്തിട്ട് അരച്ചെടുക്കുക. ഒരുമിച്ച് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കട്ടയായി പോവും. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ അരച്ചെടുക്കുന്നത് നല്ല കുറച്ച് കട്ടിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അധികം അങ്ങ് മാവ് ലൂസായി പോകരുത്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കട്ടിയിൽ അരച്ചിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്, അപ്പത്തിന് മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ മാവ് മാറ്റുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രത്തിൽ മാറ്റുന്നതാണ് നല്ലത്. കാര്യം ഇത് നമ്മൾ ഒരു 6-8 മണിക്കൂറാണ് നമ്മളിത് ഇനി മാറ്റി വെക്കുന്നത് പൊങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇതിപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് ഇത് അത്ര ഒന്നും പൊങ്ങില്ല, കുറച്ച് മാത്രമേ പൊങ്ങുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇത് അടച്ചിട്ട് 6-8 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. മാവ് കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തണുപ്പായതുകൊണ്ട് അധികം അങ്ങ് പൊങ്ങില്ല. പൊങ്ങി അങ്ങ് പോകാനൊന്നും സാധ്യത കുറവാണ്. എന്നാലും നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനെങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള മാവ് എടുത്ത് അതിൽ മാത്രമാണ് ഉപ്പ് ചേർക്കുക. കാരണം ബാക്കി മാവ് ഉണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഈ മാവ് ഒന്ന് കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കണം. കാര്യം അപ്പം ഉണ്ടാക്കുമ്പോൾ അധികം അങ്ങ് കട്ടിയിൽ ആവരുത് നമ്മുടെ മാവ്. ഇപ്പം ഞാൻ അപ്പച്ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ ചുറ്റിക്കുന്ന സമയത്ത് ശരിക്കും ആ സൈഡിലൊക്കെ നന്നായിട്ട് ഓട്ടയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും അപ്പത്തിൻ്റെ ഒരു നല്ല ഇതെന്ന് പറയുന്നത്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് അപ്പം വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള അപ്പമാണ്. അപ്പം നമുക്കിതുപോലെ ബാക്കിയുള്ള അപ്പം കൂടെ തയ്യാറാക്കിയിട്ടെടുക്കാം. നമ്മുടെ അപ്പച്ചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് വരും. ഇപ്പോൾ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ചുറ്റിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഹോൾസൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് അറ്റത്തൊക്കെ, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസ്റ്റ് ഒന്നും ചേർക്കാതെ. അപ്പോൾ ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കൂടുതൽ റെസിപ്പീസായിട്ട് കാണാം. താങ്ക്